നിലാ പൊങ്കലായേലോ. എനിക്ക് പ്ലേ ബാക്ക് സിംഗർ ആവണം എന്ന് പറഞ്ഞ് പ്ലേ ബാക്ക് സിംഗിങ്ങിൽ വന്ന ഒരാളല്ല. വിളിച്ചാൽ പാടാം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഭദ്രയുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് മ്യൂസിക് മോജോയിലെ ആ ഒരു പാട്ടാണ് രാസയ്യോ. രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക. പാടിയ പാട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പലതിനും പല വോയിസിൽ ഇങ്ങനെ പാടും. പല സൗണ്ട് കൾച്ചറാന്ന് പലരും പറയാറുണ്ട്. അതെ, ഒരു പാട്ടിന് ഒരു ആറ്റിറ്റ്യൂഡാണല്ലോ. അതിനൊരു ആറ്റിറ്റ്യൂഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശബ്ദം മാറ്റുന്നത് തെറ്റില്ല എന്ന് തോന്നുന്നു. മലയാളത്തിൽ ഒരു ബ്രേക്ക് ആയ ഒരു സോങ് ആണ് ഹൃദയത്തിലെ പുതിയൊരു ലോകം. മലർച്ചെണ്ടിലോരോ മുട്ടുമോരോ സ്വപ്നം. ഹിഷാം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇത് ചിലപ്പോഴേ എടുക്കുള്ളൂ, വോയിസ് ഇതിന് ചേർന്നുണ്ട് മാത്രമേ എടുക്കുള്ളൂ പറഞ്ഞു. പാടി അതിനകത്തൊരു അകാരം പോർഷൻ വരുന്നുണ്ട് അവസാനം. ആ പോർഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ വിനീതേട്ടൻ്റെ ഒരു ആക്ഷൻ ആയിരുന്നു. യെസ്, ആ ആക്ഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് സെറ്റായി. ഭദ്രയുടെ വോയിസ് എന്ന് പറയുന്ന വേറെ ലെവലാണ്. പവർ ഉണ്ടോ? ഭയങ്കര പവർ. അത് ഞാൻ റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോഴും എൻ്റെ അടുത്ത് എപ്പോഴും കോറസൊക്കെ പാടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഭദ്ര കുറച്ച് പുറകിലേക്ക് മാറുന്നോ എന്ന് പറയുന്നത്. എൻ്റെ ഈ ബേസ് ഡൗൺ കേട്ടപ്പോഴാണ് എല്ലാവരും വിളിക്കണം ഇങ്ങനത്തെ പാട്ടിനൊക്കെ. ഈ ബേസ് ഡൗൺ ഇപ്പം ഞാൻ ഈ സംസാരിച്ചത് ബേസിന്. പഞ്ചവർണ്ണഭൂതം നെഞ്ചം നിറയതേ വൺ സോങ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫിലെ വലിയൊരു എക്സാമ്പിൾ ആണ് ഇന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ഭദ്ര റെജി, വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. സിംഗർ ആണ്, കമ്പോസർ ആണ്, ഇനി എന്തൊക്കെ ചെയ്യുന്നു കണ്ടറിയണം. കമ്പോസർ ടാഗ്ലൈൻ ഇപ്പൊ വന്നതാണ്, പക്ഷെ എന്നാലും ഹാപ്പി. അത് കേട്ടതിനൊപ്പം ഒരു സന്തോഷം. അതായത് അടിപൊളി കേട്ടോ. ശരിക്കും എനിക്ക് തോന്നുന്നു ഭദ്രയുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് മ്യൂസിക് മോജോയിലെ ആ ഒരു പാട്ടാണ് രാസയ്യോ. അതങ്ങ് പാടിയാലോ? യെസ്. രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക. രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക. രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക. രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക. കുത്തുള്ളുകൂള കുതിരിയനോടാലില്ലിനി മദാരിക നന്നീളേ. കുത്തുള്ളുകൂള കുതിരിയനോടാലില്ലിനെ കുത്തുള്ളുകൂള കുതിരിയനോടാലില്ലിനി മദാരിക നന്നീളേ. കുത്തുള്ളുകൂള കുതിരിയനോടാലില്ലിനെ. ദേശം താഴോ രാജ ദേശം താഴാഴോ രാജകുമാരക. രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക. എന്റെ പൊന്നെ, ഒരു ഭയങ്കര വൈബായില്ലേ ഇത്. സ്റ്റാർട്ടിങ് തന്നെ മൊത്തത്തിൽ സ്റ്റുഡിയോ അങ്ങ് ഭയങ്കര വൈബായി. പൊളിട്ടാ. എനിക്ക് തോന്നുന്നു ഈ പാട്ടിലൂടെയാണോ 96 എന്ന മൂവിയിലേക്ക് വരുന്നത്? അതെ, 96 ഗോവിന്ദിന്റെ വൈഫിന് ഞാൻ ആക്ച്വലി പാട്ട് അയച്ചു കൊടുത്തിരുന്നു. മോജോ റിലീസ് ഓരോ പാട്ടുകൾ റിലീസ് ചെയ്യുന്ന കൂടെ എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ രഞ്ജിനിക്കും അയച്ചു കൊടുത്തു. അപ്പം രഞ്ജിനിയാണ് ഗോവിന്ദിനെ ഇത് കേൾപ്പിച്ചു കൊടുത്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിത്തിൻ അവേഴ്സ് എനിക്ക് രഞ്ജിനിയുടെ കോൾ വരിക ചെയ്തത്. ക്യാൻ യു ട്രാവൽ ടു ചെന്നൈ? ഏത് മൂവിയാണെന്നോ ഒന്നും എന്നോട് പറഞ്ഞില്ല. അത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയണേ. പാട്ടും എനിക്ക് പാട്ട് അയച്ചു തന്നു. പാട്ട് ജസ്റ്റ് പാടിയിട്ട് ഒന്ന് വാട്സാപ്പിൽ അയച്ചു കൊടുക്കൂ, ജസ്റ്റ് ഡയറക്ടർ പ്രേം സാറിനെ കേൾപ്പിക്കാനാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആരാന്നോ എന്താന്നോ യാതൊരു ഐഡിയ ഇല്ലാണ്ട് പോയി പാടിയത്. അത് ഇത്ര വലിയ ഹിറ്റാവൊന്നും ഞാൻ വിചാരിച്ചില്ല. അതൊന്ന് പാടിയാലോ? അന്താദി എന്ന് പറഞ്ഞ പാട്ടിന്റെ കാതലേ കാതലേ എന്ന് പറഞ്ഞ പോർഷനാണ് ഞാൻ പാടിയത്. അതാണ് അന്താദിയൊക്കെ വൻ ഹിറ്റായത് പിന്നീട് ഒരു എന്താ പറയാ ചരിത്രം സൃഷ്ടിച്ചു. കൊഞ്ചും പൂരണമേ വാ നീ കൊഞ്ചും ഏഴിസയേ പഞ്ചവർണ്ണഭൂതം നെഞ്ചം നിറയുതേ കാൺപതെല്ലാം
കാതലടി കാതലേ കാതലേ തനി പെരുന്തുണയേ കൂടവാ കൂടവാ പോതും പോതും കാതലേ കാതലേ വാഴ്വിൻ നീളം പോകലാം പോകവാ നീ നോ കമന്റ്സ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി പാടിയതാണത്. എനിക്കിപ്പോഴേ പാടിയ പാട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പലതിനും പല വോയിസിൽ ഇങ്ങനെ പാടുന്ന പല സൗണ്ട് കൾച്ചറാന്ന് പലരും പറയാറുണ്ട്. അതെ അതെ, എന്താന്ന് വെച്ചാൽ എനിക്കറിയാം, മേ ബി എന്നോട് എപ്പോഴും പറയാറുണ്ട്. അതായത് ഓരോ പാട്ടിനും ഓരോ ആറ്റിറ്റ്യൂഡ് ആണല്ലോ. അതെ അതെ. അപ്പം എല്ലാത്തിനും ഒരേപോലത്തെ സൗണ്ടിങ്ങിനേക്കാൾ നല്ലത് എപ്പോഴും പിന്നെ വെറൈറ്റി. അതെ, പാട്ടിന് വേണ്ട ഒരു അതെ, അതിനൊരു ആറ്റിറ്റ്യൂഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശബ്ദം മാറ്റുന്നത് തെറ്റില്ല എന്ന് തോന്നുന്നു. നൈസ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ഞാൻ മിമിക്രി ചെയ്യണമെന്നല്ല കേട്ടോ, പക്ഷെ നാച്ചുറലി അങ്ങനെയാണ് വരുന്നത്. അത് എന്റെ തലയിൽ ആ പാട്ട് അങ്ങനെ രജിസ്റ്റർ ആവണത്. പുതിയ ആൽബം അല്ലെങ്കിൽ പുതിയ വർക്കാണ് സഖി. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു തോട്ട്? അതായത് ഞാൻ ആ വീഡിയോ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു മ്യൂസിക്, ഐ മീൻ സോങ്, പിന്നെ എന്താ പറയാ അതിന്റെ വിഷ്വല്. അത് ശരിക്കും നമുക്ക് നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ടൈപ്പ് വിഷ്വലാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു തോട്ട് വന്നത്? എങ്ങനെയാ പാട്ടിന്റെ പേര് ആക്ച്വലി ഞാൻ ആദ്യമേ എന്താ പറയാ, ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല പേര്. കുറേ പേര് എന്നോട് പറഞ്ഞു സഖി എന്ന് പറഞ്ഞ കുറേ പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, അപ്പം ഇത് അങ്ങനെ ഒരു സ്പെഷ്യൽ നെയിം അല്ല എന്ന് കുറെ പേര് എന്നോട് പറഞ്ഞെങ്കിലും അതിന് ആപ്റ്റായിട്ടുള്ള പേര് സഖി എന്ന് തന്നെയാന്ന് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്തില്ല. അപ്പം ഈ പാട്ട് എങ്ങനെയാ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട്. അപ്പം ഉസ്താദ് ഫയാസ് ഖാൻ സാറിൻ്റെ അടുത്ത്, സാറ് അന്ന് ഒരു ക്ലാസ്സിൽ ഞങ്ങളെ പഠിപ്പിച്ചത് തിലക്കാമോദ് എന്ന് പറഞ്ഞിട്ടൊരു രാഗമാണ്. അപ്പം തിലക്കാമോദ് രാഗം എന്ന് വെച്ചാൽ അത് രാത്രി കാലങ്ങളിൽ പാടുന്ന ഒരു രാഗമാണ്. അപ്പം സാറ് പഠിപ്പിച്ച അന്ന് നമ്മൾ വീട്ടിൽ പോയിട്ട് പലരുടെയും കോമ്പോസിഷൻസ് അല്ലെങ്കിൽ സ്പോട്ടിഫൈയിലുണ്ടാവും, യൂട്യൂബിലുണ്ടാവും, പല വലിയ വലിയ സിംഗേഴ്സ് പാടിയതൊക്കെ ഉണ്ടാവും. അങ്ങനെ തിലക്കാമോദ് കേട്ടോണ്ടിരിക്കുമ്പം എനിക്ക് തോന്നിയൊരു വിയേർഡ് തോട്ടാണ് ഇപ്പൊ ഈ പാട്ടായിട്ട് ഇവിടെ ഇരിക്കണം. അതെ, അവിടെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. അതെ, അപ്പൊ തിലക്കാമോദ് കേട്ട് ലൈക്ക് ഭയങ്കര സ്റ്റാറി നൈറ്റ്, ഇങ്ങനെ കഥ പറയുകയാണെങ്കിൽ സ്റ്റാറി നൈറ്റ്, സൈലൻസ്, അപ്പം ഫുൾ മൂൺ, ഇങ്ങനെ ഭൂമിയും ചന്ദ്രനും തമ്മിൽ സംസാരിക്കണതായിട്ട് എനിക്ക് തോന്നുന്നതാണ്. എന്തായിരിക്കും ഇവര് സംസാരിക്കുക? ഇതിങ്ങനെ ചുമ്മാ ഒരു വിയേർഡ് തോട്ടിൽ തുടങ്ങിയതാണ്. അപ്പം എൻ്റെ എന്ത് പൊട്ടത്തരം ഉണ്ടെങ്കിലും ഐ ഷെയർ വിത്ത് മൈ ചേച്ചി. അപ്പം ചേച്ചി അത്യാവശ്യം എഴുതും. അപ്പം ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാ. ആക്ച്വലി എൻ്റെ തോട്ട് പോയത് ഒരിക്കലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒന്നിക്കാൻ പറ്റാത്ത കാമുകനും കാമുകിയും, അങ്ങനെ ഒരു റൊമാൻറ്റിക് വേയിലാണ് ഇത് തുടങ്ങിയത്, തോട്ട് പ്രോസസ്സ്. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തുകൊണ്ട് 2 സിസ്റ്റേഴ്സ് ആയിക്കൂടാ? ഇപ്പം എൻ്റെ ചേച്ചി ബാംഗ്ലൂരായിരിക്കണം, ഞാൻ ഇവിടെ ആയിരിക്കണം, വല്ലപ്പോഴും ഞങ്ങൾ മീറ്റ് ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെ ആവാമല്ലോ, വേണമെങ്കിൽ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു. അപ്പം ചന്ദ്രൻ എപ്പോഴും ഒരു ഫെമിനിൻ എനർജി അല്ലെങ്കിൽ ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബോഡിയായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്തിരിക്കുന്നത് ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം ഇപ്പം വാവ് എല്ലാം അങ്ങനെ കണക്റ്റഡ് ആണല്ലോ ഫീമെയിൽ ബോഡിയായിട്ട്. അപ്പം എന്തുകൊണ്ട് സിസ്റ്റേഴ്സ് 2? ഭൂമി എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവരും സ്ത്രീ എന്നുള്ള രീതിയിലാണ് എപ്പോഴും സങ്കല്പിക്കുന്നത്, കാണുന്നത്. അതെ, ചന്ദ്രനും അങ്ങനെ തന്നെ നമുക്കൊരു സ്ത്രീയുടെ ഇതില് വരുമ്പോ 2 സിസ്റ്റേഴ്സ് തമ്മിൽ ഇങ്ങനെ കോൺവേഴ്സ് ചെയ്യണതാവാം. ആലോചന അത് ചേച്ചിയുടെ തോട്ടാട്ടോ. അങ്ങനെ പോയി ചേച്ചി എനിക്ക് എഴുതി തന്നാണ്. പിന്നെ ഞങ്ങൾ എന്ത് പാട്ട് എഴുതുവാണെങ്കിലും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. എനിക്ക് ഇന്ന സാധനങ്ങളോ, എനിക്ക് എഴുതാൻ അറിയില്ല, പക്ഷെ ഐ ഓൾവേസ് എനിക്ക് ഇന്ന പോയിന്റ്സ് വേണം, ഇന്ന പോയിന്റ്സ്. അത് ഞാൻ ഷാഡ്യാണ് എനിക്ക്. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ എഴുതി തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി തന്നു. അതൊരു 1.5 വർഷം എൻ്റെ കയ്യിലിരുന്നു ഒന്നും ചെയ്യാണ്ട്. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കും കമ്പോസ് ചെയ്തോ ചോദിക്കും. ഞാൻ ഒന്നും ചെയ്യില്ല, ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല.
മേ ബി അതിന്റെ സമയമായിട്ടുണ്ടായിരുന്നിരിക്കില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പം എനിക്ക് തോന്നി, അയ്യോ ചേച്ചി എഴുതി തന്നാലേ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് എഴുതി തന്നതാ, എന്തുകൊണ്ട് ഞാൻ കമ്പോസ് ചെയ്തിന് മോശമല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കമ്പോസ് ചെയ്തതാ. ആദ്യമായി കമ്പോസിംഗിലേക്ക് ചുവട് വെച്ചു. കാത്തിരുന്നു പകൽ മായുവാൻ, പലതുമോർത്തിരുന്നു സഖി ചൊല്ലുവാൻ. കാത്തിരുന്നു പകൽ മായുവാൻ, പലതുമോർത്തിരുന്നു സഖി ചൊല്ലുവാൻ. കേട്ടിരിക്കുമൊരു കാതു നീ തരുമതേറ്റവും പ്രിയമെനിക്കേ. കാത്തിരുന്നു പകൽ മായുവാൻ. അതുപോലെ എനിക്ക് തോന്നുന്നു മലയാളത്തിലൊരു ബ്രേക്കായ ഒരു സോങ് ആണ് നമ്മുടെ ഹൃദയത്തിലെ പാട്ട് അല്ലേ, പുതിയൊരു ലോകം. എന്റെ പൊന്നെ, ബേസ്ഡ് ഓൺ കേട്ടിട്ടാണ് എല്ലാരും വിളിക്കണത് ഇങ്ങനത്തെ പാട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ ബേസ്ഡ് ഓൺ ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചത് ബേസില് അത് കേട്ടിട്ട് എന്നെ ഹിഷാം വിളിച്ചതാ. അപ്പം ആദ്യമേ ഞാൻ പോകുമ്പോ ഞാൻ 5 months പ്രഗ്നന്റ് ആയിരുന്നു കേട്ടോ ഈ പാട്ട് പാടുമ്പോൾ, ഹൃദയത്തിലെ പാട്ട് പാടുമ്പോൾ. അപ്പം ഞാൻ ചെല്ലണ സമയത്ത് വിനീതേട്ടനെ കണ്ടു. അപ്പോഴേ എനിക്ക് ഉള്ളിൽ നിന്ന് അമ്മേ എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി. കാരണം ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് വിനീതേട്ടൻ്റെ മുമ്പിലൊക്കെ പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കിളി പോവും. അത് കഴിഞ്ഞിട്ട് ഹിഷാം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇത് ചിലപ്പോഴേ എടുക്കുള്ളൂ, സൗണ്ട് ഓക്കെയാണ്, വോയിസ് ഇതിന് ചേർന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ പറഞ്ഞു. ശരി പറഞ്ഞിട്ട് ഞാൻ പാടി അതിനകത്തൊരു അകാരം പോർഷൻ വരുന്നുണ്ട് അവസാനം. ആ പോർഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ വിനീതേട്ടൻ്റെ ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു, യെസ്. ആ ആക്ഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് സെറ്റായി. പിന്നെ ഞാൻ പ്രഗ്നന്റ് കൂടെ ആയത് ഭയങ്കര പാമ്പറിങ് ആയിരുന്നു പോയിട്ട്. ആ സമയത്ത് തന്നെ വിനീതേട്ടൻ്റെ ഇളയ മോളുണ്ടായതോ എന്തോ ആ സമയത്തൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഭയങ്കര പാമ്പറിങ് ഒക്കെ ആയിരുന്നു. അതിന് മുന്നേ ഓക്കെ. പക്ഷെ ഈ പാട്ടിന്റെ സ്ട്രക്ചർ എനിക്ക് യാതൊരു ഐഡിയ. അത് റെക്കോർഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു 2 വർഷത്തോളം കഴിഞ്ഞിട്ടല്ലേ പാട്ട് ഇറങ്ങിയത് തോന്നുന്നു. കുറച്ച് സമയം എടുത്തു. അപ്പം പാട്ടിന്റെ ആക്ച്വലി ഞാൻ ഓഡിയോ ലോഞ്ചിന്റെ സമയത്താണ് ഈ പാട്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയത്. അതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല, വോയിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലിക്ക് ഇട്ട് തന്നിട്ടുണ്ട്, പാടിക്കോളാൻ പറഞ്ഞു, പാടി. പക്ഷെ ഇതെങ്ങനെയാ വരാൻ പോണെന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എവിടേക്കോ എന്തൊക്കെയോ പാടി വെച്ചിട്ട് പോകുന്നു. അത് പാടിയാലെന്നാ? മലർച്ചെണ്ടിലോരോ മുട്ടുമോരോ സ്വപ്നം, അവയിൽ കാണാറാകും നീതോരോ മോഹം. ഓരോ വർണ്ണം ആരാരോ പാടുവതാണി നീഹാരാർദ്രരാഗം. അറിയാമോ പിറാക്കളെ ഇങ്ങിനി എൻ ജീവിതം, പുതിയൊരു ലോകം. ഇളം തെന്ന് മൂളുന്ന ഗാനം, ഇളവയിൽ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും എടുക്കുന്ന റീൽ, എനിക്ക് തോന്നുന്നു സ്പോട്ടിഫൈയുടെ ട്രാവൽ സോങ്സിൽ ഈ പാട്ടുണ്ട്. അതന്നെ നമ്മൾ റീലൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്ന, നമ്മള് എന്റെ വീട് ആക്ച്വലി വയനാട്, അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടിൽ പറഞ്ഞത് ഈ ഒരു പോഷൻ വരും, നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ്. The whole credit goes to Hisha. Yes, രക്ഷയില്ല. അതുപോലെ തന്നെ എനിക്ക് ഭദ്രടുത്ത് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇന്റർവ്യൂസിന്റെ ഒക്കെ താഴെ, ഇപ്പം ഏത് ഇന്റർവ്യൂ എടുത്താലും ആ ഇന്റർവ്യൂസിന്റെ ഒക്കെ താഴെ വരുന്ന ഒരു പാട്ടുണ്ട്, രണസിംഗത്തിലെ എന്ന് പറഞ്ഞിട്ട് പാട്ട്. അതെല്ലാരും പറയും അല്ലേ, ആ പാട്ട് പാടുന്നത്. അത് ഭയങ്കര, ആ പാട്ടിന് ഞാൻ ഇന്നും കൂടി പോസ്റ്റ് ചെയ്തേ ഉള്ളൂ ആ പാട്ടിനെ പറ്റി. ആ പാട്ടിന് പുറകിലൊരു കഥയുണ്ട്. ഐ മീൻ അങ്ങനെയല്ല, ഈ ഹൃദയം പാടി അതേ സമയം, ഏകദേശം അതേ സമയത്ത് ആണ് ഇതും പാടിയത്. അപ്പം ആദ്യം അവസരം വരണം ഇത് പാടാനായിട്ട്. അപ്പം
ഞാൻ 7 months ആ പ്രഗ്നൻസിയുടെ സമയമായിരുന്നു എൻ്റെ. അപ്പം ഈ പാട്ട് ഭയങ്കര ഹൈ, അത് തുടങ്ങണതേ ഹൈയിലാണ്, പിന്നെ സെക്കൻഡ് പോർഷനൊക്കെ അങ്ങ് ഹൈയിലാണ്. ഒന്നാമത് അത് അങ്ങനത്തെ ഒരു പാത്തോസ്, അങ്ങ് കരഞ്ഞ് പാടേണ്ട ഒരു പാട്ടാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇമോഷണലിയും എനിക്ക് പറ്റില്ല അത് പാടാൻ. ശ്വാസം മുട്ടണോ ആ ഒരു അവസ്ഥയും, വലിയ വയറുമായി. അപ്പം എനിക്ക് പാടാൻ പറ്റില്ല പറഞ്ഞു. ജിബ്രാൻ സാറിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ സാർ പാടാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഓക്കെ എന്നാൽ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം, അടുത്ത പാട്ട് വരുമ്പോൾ നോക്കാം, ഓക്കെ. അപ്പം ഞാനത് പോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കും. അത് കഴിഞ്ഞ് എൻ്റെ ഡെലിവറി മെയ്യിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൊറോണ ഔട്ട് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കണ സമയം, ജൂൺ ജൂലൈ ആ സമയത്ത് വീണ്ടും എനിക്ക് ജിബ്രാൻ സാറിൻ്റെ ഓഫീസിൽ നിന്ന് വരുന്നു, ഈ പാട്ട് തന്നെ പാടിയാൽ മതി പറഞ്ഞിട്ട്. അങ്ങനെ പാടിയതാണ് പേര് രണസിംഗം. അപ്പം ആദ്യം തമിഴ് പാട്ടും വിജയ് സേതുപതിയുടെ പടം, രണ്ടാമത്തതും വിജയ് സേതുപതിയുടെ പടം. അത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിജയ് സേതുപതി. അദ്ദേഹത്തിന്റെ 2 പടത്തിൽ പാടാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യമാണ് എനിക്ക്. 5 മണിക്കൂർ എന്തോ എടുത്ത റെക്കോർഡ്. അതെ, 5 മണിക്കൂർ. അതെന്താന്ന് വെച്ചാൽ വൈരമുത്ത് സാറാണ് ലിറിക്സ് എഴുതിയത്. അപ്പം സാറിന്റെ ലിറിക്സ് അമ്മാതിരി ലിറിക്സ് ആയിരിക്കും, ഏകദേശം ഇങ്ങനെ കരഞ്ഞ് പാടണം. അപ്പോൾ എനിക്ക് പ്രൊനൗൺസിയേഷൻ ഭയങ്കര, തമിഴ് പ്രൊനൗൺസിയേഷൻ നമ്മുടെ മലയാളം പോലെ അല്ലല്ലോ. നമ്മൾ കായ്ക്ക് ഗായും ഗായ്ക്ക് ഗായൊക്കെ പറയാം. അതെ, നമ്മുടെ കൊളോക്കിയലി നമ്മളെല്ലാം പറയും. പക്ഷെ അവർക്ക് കാന്ന് പറഞ്ഞാൽ കാ തന്നെ ആയിരിക്കണം. നമ്മളിത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ കുറച്ച് മലയാളീകരിക്കും എല്ലാം. അപ്പം പിന്നെ കൊറോണയുടെ സമയം കൂടി ആയതുകൊണ്ട് ഓൺലൈനിലാണ് റെക്കോർഡ് ചെയ്യണത്. അപ്പം വാട്സാപ്പിൽ ഗോൾഡ് ദേവരാജ് എന്ന് പറഞ്ഞിട്ട് സാറ് വോക്കൽ ഇൻസ്ട്രക്ടർ ചെന്നൈയിലുള്ള സാറ് വന്നിട്ട് ആണ് ഇത് പാടിപ്പിച്ചത്. അപ്പം സാറ് പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആവണില്ല പറഞ്ഞിട്ട് 5 മണിക്കൂർ എടുത്ത് തന്നെ കൊണ്ടുവന്ന് പാടിക്കാൻ. മ്യൂസിക്കലി അല്ല, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവാതെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ പാടിയ പാട്ടാണ് പേരാണ് സിംഗത്തിലെ പേര്. കുറച്ച് പാടാം. പേര് രണസിംഗോ പെരുങ്കൊണ്ട ഗുണസിംഗോ ஊருக்கே தனி தங்கம் ஊரத்து போயிடுச்சே கண்ணு மொழி அழகு கருப்பட்டி நிறத்தழகு இலவட்ட கல்லழகு இல்லைன்னு போயிடுச்சே பேரு ரணசிங்கம் பெருங்கொண்ட குணசிங்கம் ஊருக்கே தனி தங்கம் ஊரத்து போயிடுச்சே. എന്റെ പൊന്നെ, ഇതെങ്ങനെ ഹൈ പിച്ചിൽ പാടാൻ പറ്റും? പിന്നെ അങ്ങോട്ടേക്കാണ് പാട്ട്, താഴെയില്ല പാട്ട്. ഏത് എളുപ്പം ഏതാണ് എനിക്കറിയില്ല അതെങ്ങനെയാ ഞാൻ പാടിയത്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ ഹൈ പിച്ച് നമ്മൾ നോർമലി പറയും, ഹൈ പിച്ച് പാടാൻ കുറച്ച് ടഫാണ്. ആക്ച്വലി അങ്ങനെയല്ല, അത് എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഒരു റേഞ്ച് ഉണ്ട്. ഇപ്പം എൻ്റെ അത് ബേസ് റേഞ്ചും മിഡും ആണ് ഭയങ്കര സുഖം കേൾക്കാൻ. ഹൈയിലേക്ക് ഒരു മാതിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെ തോന്നിയില്ല. ഇല്ല, ഇതല്ല ഞാൻ പറഞ്ഞ ഓപ്പൺ ത്രോട്ട് പാടിയാൽ എനിക്ക് കുഴപ്പമില്ല. അതേസമയം ഫോൾസിലേക്ക് പോകുമ്പോൾ എൻ്റെ ശബ്ദത്തിനൊരു വൃത്തികെട്ടൊരു ടോൺ വരും. അത് പറയണതിൽ എനിക്കൊരു തെറ്റില്ല, കാരണം എനിക്ക് എൻ്റെ ബേസ് തന്നെ ഇഷ്ടം. ബേസും മിഡും എനിക്ക് എപ്പോഴും ഇഷ്ടം എൻ്റെ കേൾക്കാൻ. അതിൽ പാടിയിട്ടുള്ള പാട്ടുകളാണ് ഹൃദയത്തിലെ പാട്ടാണെങ്കിലും രാസയേയും ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഹിറ്റായിക്കൊള്ള എല്ലാ പാട്ടുകളും ആ ടോണിൽ പാടിയിട്ടുള്ളതാ. അപ്പം അത് ഓരോരുത്തരുടെ റേഞ്ചാണ്. ചിലരുടെ അത് റേഞ്ച് കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയായിരിക്കും കിടക്കണേ. അപ്പൊ അവർക്ക് ഹൈ ആയിരിക്കും ഭയങ്കര കംഫർട്ടബിൾ, താഴെ അത്രയും പോവില്ല. ഭദ്രയുടെ വോയിസ് എന്ന് പറയുന്ന വേറെ ലെവലാണ്. നമ്മൾ ഈ തെലുങ്കിലൊക്കെ കേൾക്കൂലേ, തെലുങ്ക് പാട്ട് അല്ലെ, ആ ഒരു സ്റ്റൈലാണ്. പവർ ഉണ്ടോ? ഭയങ്കര പവർ. അത് ഞാൻ റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോഴും എൻ്റെ അടുത്ത് എപ്പോഴും കോർസൊക്കെ പാടിക്കൊണ്ടിരുന്നപ്പോ എൻ്റെ പറയും, ഭദ്ര കുറച്ച് പുറകിലേക്ക് മാറിയെന്നോ എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും ബാക്കിൽ പോയി നിൽക്കും. അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പാടുന്നോണ്ടാണ്. അത് എല്ലാവർക്കും കിട്ടില്ല കേട്ടോ. അതെന്റെ അമ്മയുടെ ക്രെഡിറ്റ് ആട്ടോ. എൻ്റെ അമ്മ മ്യൂസീഷ്യന്. അപ്പൊ അമ്മ പാട്ട് പഠിപ്പിക്കുമ്പോ എപ്പോഴും എന്നോട് പറയും, തുറന്നു പാടും. ഭീഷണിയായിരുന്നു കുഞ്ഞിലേക്ക്. അങ്ങനെ തുറന്ന് പാടി പഠിപ്പിച്ചത് കാരണം ഇപ്പൊ. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ മറ്റേ ഒതുക്കി പാടാൻ അപ്പൊ കിട്ടില്ല, ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഞാൻ പഠിച്ചു. ആദ്യം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു, അതിങ്ങനെയാ ഒതുക്കി പാടണേന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ഓക്കെ. തെലുങ്കിലൊക്കെ പാടുമ്പോ അവിടുത്തെ ഒരു റെക്കോർഡിംഗ് സെഷൻ ഒക്കെ എങ്ങനെയാ വരിക? ഇതുമാതിരി ലിറിസിസ്റ്റ് വന്നിരിക്കും. നമുക്ക് തെലുഗു അറിയില്ലല്ലോ, അപ്പൊ തെലുഗു
പറഞ്ഞു തരും. ഇതുമാതിരി തന്നെ തമിഴ് പോലെ തന്നെയാണ് പ്രൊനൗൺസിയേഷന് യാതൊരു വിധ കോംപ്രമൈസും ഇല്ല. തെലുങ്ക് സിനിമകൾ ആക്ച്വലി മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിലും ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്. തെലുഗും കന്നഡയും പാടിയിട്ടുണ്ട്. അജനീഷ് സാറും നമ്മുടെ കാന്താരയുടെ ഒക്കെ ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ അജനീഷ് സാറിന്റെ കുറെ പാട്ട് പാടിയിട്ടുണ്ട്. കാന്താര അതെ ഫസ്റ്റില് മലയാളത്തിൽ പാടിയിട്ടുണ്ട് ഹരിചരന്റെ കൂടെ. അജനീഷ് സാറിന്റെ എഗെയിൻ ഒരു ഹിറ്റാണ് ലാറക്കമ്മ, അതിന്റെ മലയാളം ഞാനാ പാടിയത്. ഗദംഗ് റക്കമ്മ നാ കോലി സോഡ ബോട്ടില്, ഗദംഗ് റക്കമ്മ നവന്നെ ബുള്ളക്കാട്ടില്, റിങ്ങ റിങ്ങ റോസിന ഞാൻ ചുറ്റി വരുമടാ, പായമെനിയു പാറിയെത്തു എൻ്റെ കുളിരാവാൻ, റാറാ റാറാ തുടിയക്ക സക്ക യക്ക സക്ക യക്ക സക്ക. പൊളിട്ടാ അതല്ലേ. എനിക്ക് തോന്നുന്നത് നമ്മുടെ മൃദുല വാര്യർ, ജോബ് കുര്യൻ, ഇപ്പൊ ഭദ്ര, നിങ്ങളാരും റിയാലിറ്റി ഷോയിൽ വിന്നേഴ്സ് ഒന്നും അല്ല. പക്ഷെ ഞങ്ങളൊക്കെ സൂപ്പർ സ്റ്റാർ കഴിഞ്ഞിട്ട് വന്നത്. സൂപ്പർ സ്റ്റാർ അന്നത്തെ റിയാലിറ്റി ഷോ. അതെ, പക്ഷെ നിങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ പ്ലേബാക്ക് സിംഗേഴ്സിലേക്ക് എത്തി എന്നുള്ളത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. സോ അതിന്റെ എഫേർട്ട് എങ്ങനെയായിരുന്നു? ആക്ച്വലി ഇപ്പൊ പറഞ്ഞപ്പോഴാട്ടോ ഞാനിതൊക്കെ ആലോചിക്കുന്നത്. അതൊരു ഓരോരുത്തരുടെ ഡെസ്റ്റിനി ആണെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഞാൻ ഇതിന് വേണ്ടി എന്താ പറയാ, എനിക്ക് പ്ലേബാക്ക് സിംഗർ ആവണം എന്ന് പറഞ്ഞ് പ്ലേബാക്ക് സിംഗിങ്ങിൽ വന്ന ഒരാളല്ല. ഇപ്പോഴും അതെ, വിളിച്ചാൽ പാടാം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. പലർക്കും അത് ഭയങ്കര മോശം ഫീലാണോ എനിക്കറിയില്ല. ഞാനെങ്ങനെ ആരുടെ റിക്വസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഒന്നും ഇതുവരെ. ആദ്യമൊക്കെ സൂപ്പർ സ്റ്റാർ കഴിഞ്ഞ സമയത്ത് എന്നോട് സ്റ്റീഫൻ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭദ്ര നീ കുറേ ആൾക്കാർക്ക് കൊണ്ട് CD കൊടുക്ക്, ഡെമോ കൊടുക്ക് പറഞ്ഞിട്ട് അങ്ങനെ ആർക്കൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവൻ റഹ്മാൻ സ്റ്റുഡിയോയിൽ വരെ ഞാൻ കൊണ്ട് കൊടുത്തു. ചേട്ടൻ പറഞ്ഞതാ ഇന്ന ആൾക്ക് കൊണ്ടു കൊടുത്താൽ മതി. ശരി, ഞാൻ കൊണ്ടു കൊടുത്തു. എവിടാണ് ഭാഗ്യം? അല്ല, അതിനൊരു തമാശയും കൂടി ഉണ്ട്. അത് ഞാൻ ദീപക് സാർ അന്ന് ചെന്നൈയില്ല, ദീപക് സാറിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഞാൻ ഇന്ന ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് CD കൊടുത്തു, പിന്നെ വേറെ ശരത് സാറിന് കൊടുത്തു, കുറേ പേർക്ക് കൊടുത്തു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ആരുടെ സ്റ്റുഡിയോ എന്ന് അറിയുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അത് AR റഹ്മാന്റെ സ്റ്റുഡിയോ. അത്രയും പോലും വിവരമില്ലാണ്ടാണ് ആർക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞു, ഞാൻ കൊടുത്തു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതെ, അത്രയും പോലും ഞാൻ ബോധോടായിരുന്നു എനിക്ക് പ്ലേബാക്ക് സിംഗർ ആണ്. ആർക്കും പറഞ്ഞു ചെയ്തു കഴിഞ്ഞു. അത് എന്തായിരുന്നു പോലും ഞാൻ ചോദിച്ചിട്ടില്ല ആരോടും. അല്ല, ശരിക്കും നമ്മൾ ഈ പാട്ട് പാടുന്ന ഒരാള് സ്ഥിരമായി പാട്ട് പ്രാക്ടീസ് ചെയ്യും, പഠിക്കും ഒക്കെ വേണ്ട അല്ലേ? അത് ചേഞ്ച് ഭയങ്കര ആയിരിക്കത്തില്ലേ? എൻ്റെ ഒരു അറിവില് നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. മ്യൂസിക്കലി നമ്മൾ എങ്ങനെ പാടാൻ പറഞ്ഞാലും പാടാൻ പറ്റണം നമുക്ക്. അതാണ് ദാസേട്ടൻ പറയുന്നത്, എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. കാരണം മ്യൂസിക് എന്ന് പറഞ്ഞാൽ തീരില്ല ഒരിക്കലും. അത് ഓരോ ദിവസം ചെയ്യുന്തോറും നമ്മൾ ഗ്രാഫ് ഇങ്ങനെ കൂടിയേ വരുള്ളൂ. അതെന്ന് നിർത്തണം, അവിടെ സ്റ്റാഗ്നന്റ് ആയിപ്പോവും നമ്മൾ, പിന്നെ അവിടെ നിന്ന് ഗ്രോത്ത് ഇല്ലാണ്ടായിപ്പോവും. അതാണ് എൻ്റെ ഒരു ഫീല്. കാരണം ഞാൻ ഇത്ര വർഷം പാട്ട് പഠിച്ചിട്ടും ഇപ്പോഴും എന്നോട് കുറെ പേര് ചോദിക്കാറുണ്ട് പഠിപ്പിക്കാറായിട്ടില്ലേ. എനിക്ക് ആ കോൺഫിഡൻസ് വെച്ചിട്ടില്ല, എനിക്ക് വിവരം ഇല്ല ഇപ്പോഴും. പഠിപ്പിക്കാൻ ഇല്ല, എനിക്ക് പഠിപ്പിക്കാനായിട്ടുള്ള വിവരമായിട്ടില്ല എന്ന് ഇപ്പോഴും ഞാൻ പറയാറല്ല അവരോട്. കാരണം എനിക്ക് പോരാത്, എനിക്ക് ഇപ്പോഴും ഇനി എനിക്ക് വളരാനുണ്ട്. അപ്പം ആ ഒരു തോട്ട് എപ്പോഴും വേണം എന്ന് എനിക്ക് തോന്നുന്നു എല്ലാ മ്യൂസീഷ്യൻസിനും ആവശ്യമുള്ളൊരു കാര്യമാണത്. സത്യം. റിയാലിറ്റി ഷോയിൽ ഒരു ടോപ്പ് ഹിറ്റ് ആയിരുന്നു മയ്യ അല്ലേ? അതൊരു ഇതൊക്കെ എവിടെ നിന്ന് നോക്കി പഠിച്ചു വെച്ചത് വിശദമായിട്ട്. അല്ല, അത് ആ സമയത്തൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് അല്ലേ? അതൊന്ന് പാടിയല്ല. जो नीर समंदर है, जो नीर समंदर है, मेरे दिल का साहिल हूँ, मेरे दिल का साहिल हूँ, आगोश में प्यासी हूँ। एक सादा रात का
एक कौड़ी चांद की चाहे तो झूम ले तो तौड़ी चांद की एक सारा रात का कौड़ी चांद की चाहे तो झूम ले तो तौड़ी चांद की एक चांद की कश्ती में चल पार उतरना है तू हल्के हल्के कहना दरिया न चल के मैया मैया गुलाबी तारे चुन ले सारे चुन मैया मैया जिस्म के दर्दों में पर्दों के नारे सुन ले मैया मैया गुलाबी तारे चुन ले सारे चुन मैया मैया जिस्म के दर्दों में पर्दों के नारे सुन ले याली. എങ്ങനെ ഇങ്ങനെ പല സൗണ്ടിൽ പാടാൻ പറ്റണേ എനിക്ക് പറഞ്ഞു തരണം. എനിക്കറിയില്ല. ഏതായാലും പൊളിയിട്ടാ എൻ്റെ പൊന്നെ. അതിൽ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു സിനിമ സാഹസം. അതെ, അതിലും അയ്യോ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഈ പാട്ടൊക്കെ പാടിയിരുന്നല്ലോ ഈശ്വര. നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ പാട്ട് അതെങ്ങനെയായിരുന്നു സാഹസത്തിലേക്ക് എത്തി? അഗൈൻ ബിബിൻ, ഹരിത ഹരിബാബു എന്ന് പറഞ്ഞ ഒരു ലിറിസിസ്റ്റ് ഉണ്ട്. അപ്പം ഹരിത ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പം ഹരിതയാണ് ബിബിനും ഞാനും തമ്മിലുള്ള ബ്രിഡ്ജ്. അപ്പം ബിബിൻ എന്നെ പാടാൻ വിളിച്ചു. ബട്ട് എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ബിബിന് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിബിൻ എന്താ പറയുക ചെന്നിരുന്നു, പാട്ട് കേൾപ്പിച്ചു തന്നു. ബിബിൻ്റെ കുഞ്ഞു സ്റ്റുഡിയോയാ, അവിടെ തന്നെ ഇരുത്തി എന്നെ റെക്കോർഡ് ചെയ്യിച്ചതാണ് അത്. അപ്പം അത് ഇത്ര വലിയ ഹിറ്റാവുന്ന് മേ ബി അവർക്കറിയായിരുന്നില്ല, എനിക്ക് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് പാടാൻ പറഞ്ഞു, ഞാൻ പാടി. പാടിയല്ല. കൊക്കെല്ലാം പറന്നുപോയി പുഞ്ചക്കണ്ടം തന്നിലിരുന്ന് കൊത്തിയിട്ടും പറക്കിയിട്ടും തിന്നുന്ന കൊക്കേ തികുതയാതിലൊരു തവിട്ട് കൊക്ക വെള്ളക്കൊക്ക അതിനോട് നമുക്കിപ്പോ പോകണം. വലിയൊരു മരത്തിന്മേൽ വലിയൊരു മരത്തിൻ്റെ ചെറിയൊരു ശാഖ വലുപ്പത്തിൽ കൂടും വെച്ചിരിക്കും കൊക്കേ തികുതൈ. അമ്മേ. ഓക്കെ, അടിപൊളി. ഇനിയിപ്പോൾ നമുക്കൊരു ഗസ്റ്റ് സോങ് റൗണ്ടാണ്. ഓക്കെ, ഞാൻ ഒരു ഇംഗ്ലീഷിൽ ഒരു വേർഡ്, ഐ മീൻ ഒരു സെന്റൻസ് അയ്യോ ഞാൻ പെടും. ജസ്റ്റ് ഗസ് ചെയ്ത് നോക്ക്, കിട്ടില്ല നോക്കെ. ഐ വിഷ് യു വെർ നിയർ മീ. അരികിൽ നീണ്ടായിരുന്നെങ്കിലാണോ? കറക്റ്റ് കറക്റ്റ്. ആർ യു ഫൈൻ ഗോഡസ്, ആർ യു ഫൈൻ ഗോഡസ്, ആർ യു ഫൈൻ ഗോഡസ്, ആർ യു ഫൈൻ, ആർ യു ഫൈൻ. സുഖമോ ദേവി. കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞെങ്കിലും ഈസി ആയിട്ട് നമുക്ക് പറഞ്ഞു. സുഖമോ ദേവി. ഐ ഹാവ് ബീൻ സെർച്ചിങ് ഫോർ യു സിൻസ് ഹൗ മെനി ബർത്ത്സ്. എത്രയോ ജന്മമായി തേടുന്നു. ഓക്കെ, എന്റെ മോശമല്ല, കുട്ടി കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ടു ഹിയർ ദ ന്യൂസ് ദാറ്റ് ഐ എം റിട്ടേണിംഗ് മൈ വില്ലേജ് ഏൺസ് എവറി ഡേ. എന്റെ ഗ്രാമം, അതേത് പാട്ട്? എവറി ഡേ. അറബിക്കഥയിലെ പാട്ട്. അത് തന്നെ കറക്റ്റ്. പണ്ട് തുടക്കുന്നത് മറന്നുപോയി. ഞാൻ അറബിക്കഥ ക്ലൂ തന്നാലെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു അത് പറഞ്ഞ എന്തായാലും മനസ്സിലാവും. ഐ എം റിട്ടേണിംഗ് എന്നൊക്കെ ഒന്ന് ആലോചിച്ചേ. ഞാൻ തിരിച്ചു വരുവാന്നോ, തിരികെ ഞാൻ വരും വാർത്ത കേൾക്കാനോ. ഓക്കെ, കറക്റ്റ് കറക്റ്റ്. ഭദ്ര പാടി കേട്ടതില് എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത്, പറയട്ടെ പറയട്ടെ, നിലാപ്പൊങ്കലായാലോ. ഓക്കെ, അപ്പോൾ അതോടെ പാടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, അത് എനിക്കും ഭയങ്കര ഫേവറേറ്റ് പാട്ടാ. അതിന്റെ ശബ്ദത്തിന് ചേർന്നൊരു പറ്റിയൊരു പാട്ടാണ്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് പാടുന്ന ഒരു പാട്ടാ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഗെയിൻ ബേണി ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഇപ്പം ഇവിടെ ഓർക്കേണ്ടതാണ്. അത്രയും നല്ലൊരു പാട്ടുണ്ടാക്കിയത്. മാൽഗുഡി ശുഭ മാമാണ് പാടിയേക്കണത്. പാടാം. നിലാ പൊങ്കലായേലോ പാട് നീ, ഓ ഓഹോ ഓഹോ ഓഹോ. മഴക്കോള് കണ്ടാൽ മതിക്കുമീ നാട്ടിൽ
ഇടത്തോടു പോലും മാറ് കിളിപ്പാട്ട് തേനായി തുടിക്കുമീ നാട്ടിൽ കരിക്കാടി പോലും പാല് തനിത്തങ്കവും കൊണ്ട് നിങ്ങളും വായോ ഓ അപ്പോൾ ഒത്തിരി സന്തോഷം. ഇനി ഒരുപാട് പാട്ടുകൾ സിനിമയിലും അല്ലാണ്ടും ഒരുപാട് ആൽബങ്ങളും കമ്പോസ് ചെയ്യാൻ പറ്റട്ടെ, അഭിനയിക്കാൻ പറ്റട്ടെ. അതെനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ അടിപൊളിയായിട്ട് വരട്ടെ. താങ്ക് യു ഡിയർ. താങ്ക് യു.